Welcome to Tasty Buds. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ബീഫ് കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടോ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇതേ വലുപ്പത്തിലുള്ളത്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 8 പച്ചമുളക്, സ്പൈസി ആയിരുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതിന് 8 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ കുറച്ചും കൂടി കുറക്കാം, ഒരു 6 എണ്ണമൊക്കെ മതിയാവും. ഇത് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിതൊക്കെ ഒന്ന് ചതക്കട്ടെ. ആദ്യം ഞാനിത് ചതയ്ക്കാനാണ് പോകുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതും കൂടി ഞാൻ ചെറിയ ഉള്ളിയും കൂടി ചതക്കാനാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം ഒരു സ്റ്റെപ്പായിട്ട്. 6 തക്കാളി ഉണ്ട്. 6 തക്കാളി ഇതിനാവശ്യമുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതായത് സവാള ഞാൻ നുറുക്കിയിട്ടാണ് നമ്മൾ അരിയേണ്ടത്. ഇത് സവാള നുറുക്കിയത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചത്, മുളക് ചതച്ചത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് ചൂടാക്കിയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. നമ്മൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചെടുക്കാൻ പോകുന്നത്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും ഓയിൽ. അതിൽ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇനിയും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇടാം, സവാള ഇടാം. സവാള നന്നായി വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഒന്നൊരു പച്ചച്ചുവ ഒന്ന് മാറണം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് എപ്പോഴും നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. രക്തശുദ്ധിക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം. ഇതൊന്ന് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വഴന്ന് വെച്ച് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ചതാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പർ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചതച്ച് കൊടുത്താൽ മതി. ചെറിയ ജാറുണ്ടല്ലോ, അതിൽ വെച്ച് ചതച്ച് മതി. എനിക്ക് ചോപ്പറിൽ ഇതെല്ലാം എളുപ്പമായ കാരണം ഞാനിതിൽ ചെയ്യുന്നത്. നല്ല ഇളക്കി യോജിപ്പിക്കുക. കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ മീൻസ് ഓയിലാണ്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് വഴന്ന് വരട്ടെ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. നന്നായി മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കാരണം അധികം ഓയിൽ ചേർക്കാത്ത കാരണമാണ്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരാതിരിക്കും. മറ്റേ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്. ടീസ്പൂൺ. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്ന് വരണം. തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നാലേ തക്കാളി ഒന്ന് വഴന്ന് കിട്ടുള്ളൂ. തക്കാളി ഒന്ന് വഴന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി ഒന്ന് കുറച്ച് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പറയുന്നതിലുള്ള സംസാരത്തിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അച്ചടി ഭാഷയിൽ ഒന്നും അല്ല പറയുന്നത്. ഞാനിങ്ങനെ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണ്. ഞാൻ അങ്ങനെ ഇരുന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തക്കാളി ഒന്ന് വഴന്ന് വരും. ഒക്കെ ഞാനിതൊന്ന് മൂടി വെക്കാൻ പോവാണ്. കണ്ടോ, തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ഞാൻ ഇത് ചെറിയ കണ്ടോ ഇതുപോലത്തെ ടീസ്പൂണിലാണ് ഇടുന്നത്. നമുക്കൊരു 6 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കണം. ഇളക്കി നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അത് മതിയാവും. പിന്നെ ഇത്രയും മതി. ഇനി നമുക്ക് ഒരു 3, കാരണം നമ്മൾ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ മഞ്ഞൾ ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ചച്ചോയൊന്ന് മാറട്ടെ. ഞാൻ അടച്ചു വെച്ച് വേവിച്ച കാരണമാണ് കേട്ടോ തക്കാളി പെട്ടെന്ന് വെന്ത് പോയത്. വെന്തൊക്കെ ഉടഞ്ഞ് ഒക്കെ ശരിയായത്. ഓക്കെ. മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത്തിരി
വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 1 ഗ്ലാസ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇറച്ചിയിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൂടാതെ കുറച്ച് വെള്ളം നമുക്ക് വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇങ്ങനെ ഇളക്കി നന്നായി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് നന്നായി കത്തിക്കാം. ഞാൻ ഫ്ലെയിം ഇതുവരെ ലോയിലായിരുന്നു, അതൊന്ന് ഹൈയിലാക്കി കൊടുക്കട്ടെ. നന്നായി മൂടി വെച്ച് കത്തിക്കട്ടോ. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. എരിവൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കൊടുക്കും. നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ. ഇനി ഇതിൽ കിടന്ന് നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അത് മൂടി വെക്കാൻ പോകണം. തീയെല്ലാം കൂട്ടി കൊടുത്തു. ഇതങ്ങനെ ഇട്ട് വേവട്ടെ. വേവാൻ എങ്ങനെയായാലും ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആകെ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അങ്ങനെ നമ്മുടെ സ്പൈസി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഇട്ട് കൊടുക്കാം. അത് ഇളക്കി അതിൻ്റെ മണമൊക്കെ നന്നായി പിടിക്കട്ടെ ഇതിൽ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. തീ ഓഫ് ചെയ്യട്ടെ. ഞാനിന്നിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. അത് പ്രസ് ചെയ്ത് നിങ്ങൾ ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും, ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.